ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മിസ്റ്റർ ഇൻസോമിനിയ വെയിറ്റിംഗ് ഫോർ ലവിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ ഇതിൽ വന്നിട്ട് ഞാൻ വന്ന് അവൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം ആലോചിച്ചിട്ട് അത് അവന് ഇഷ്ടപ്പെടാത്ത മെമ്മറീസ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന സീനല്ലായിരുന്നോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറയുവാണ് ലൂസിയുടെ അടുത്ത് എനിക്കത് ഇഷ്ടപ്പെടാത്ത മെമ്മറീസ് ആയതുകൊണ്ട് അത് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുന്ന സമയത്ത് ലൂസി അതിനോട് ഓക്കെ ആ ഒരു രീതിക്ക് അവൾ നിൽക്കുക. എന്നിട്ട് അവൾ വന്നിട്ട് പ്രാർത്ഥിക്കുവാണ്, എന്തുമായാലും ഇവന് ചൈൽഡ്ഹുഡിൽ നല്ല മെമ്മറീസ് ഇല്ലല്ലോ, അവൻ്റെ സന്തോഷമെല്ലാം അന്ന് പോയതല്ലേ, ഇനിയെങ്കിലും അവൻ്റെ ലൈഫിൽ സന്തോഷം വേണമെന്ന് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊടുക്കുന്ന ഞാന് ചിരി വരുവാണ്. അപ്പോൾ പറയണേ, ഓ ഇത്രയും റൂഡായിട്ടുള്ള ആൾക്ക് ചിരിക്കാനൊക്കെ അറിയാമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ടീസ് ചെയ്ത് അവരങ്ങ് ഹാപ്പി ആവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് ചീസു വന്നിട്ട് ആ കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ഷൂമാൻസി വരുവാണ്. ഷൂമാൻസി വന്നിട്ട് പറയുകയാണ്, നീ എന്നെ കാണാൻ നല്ല രസമുണ്ട്, മാത്രമല്ല നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, കെവിൻ ഗ്രൂപ്പിൽ നീ ഒരു ഷെയർ ഹോൾഡറാണ്, എന്നിട്ട് അവൾ എന്താ നിന്നെ സ്നേഹിക്കാത്തതെന്ന് ചോദിക്കണം. അപ്പോൾ നമ്മുടെ ചീസു പറയാണ്, എൻ്റെ ഭാഗത്ത് ശരിക്കും പറഞ്ഞ തെറ്റ്, എനിക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷെ ആ കാര്യം ഞാൻ നേരത്തെ കൂട്ടി പറയേണ്ടതായിരുന്നു, ഇപ്പോൾ ആ ഒരു ചാൻസ് അല്ലേ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ ഷുമാൻസി പറയുവാണ്, ഓക്കെ അവൾക്ക് ഞാൻ ഇഷ്ടമാണെങ്കിൽ നീ എന്താ അവളെ വിട്ടു കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചീസ് പറയും, അതങ്ങനെയല്ല, നമുക്ക് ഈ പ്രണയം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ തുടങ്ങും, പക്ഷേ എത്ര കാലമായാലും നമുക്കത് വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ എന്തായാലും അവൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഷുമാൻസി ഒരു ഐഡിയ പറയുകയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് മീൻസ് ഞാനെൻ്റെ പപ്പയായിട്ട് ഓക്കെ ആക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്കൊരു പ്രശ്നവുമില്ലല്ലോ, അവളുടെ കല്യാണം എന്തായാലും നടക്കുന്നുള്ള കാര്യം എന്താ ഒരു കൺഫേം പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവൾ പറയുവാണ്, പാരൻസുമായി സംസാരിച്ച് നിങ്ങളുടെ കാര്യത്തിൽ ഇച്ചിരി ഹോപ്പ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചീസും പറയാം, ഓ ശരിയാ, പാരൻസായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അവൻ ആലോചിക്കുകയാണ്. ഇത് ഇന്നലെ ഓൾറെഡി ഞാൻ്റെ പപ്പ വിളിച്ചപ്പോൾ ഞാൻ വന്ന് പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് കാണത്തില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ വന്ന് ഞാൻ്റെ പപ്പയെ കാണാൻ പോവാണ്. ഞാൻ്റെ പപ്പയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ്റെ പപ്പ ഇവനെ അങ്ങ് ഉപദേശിക്കാൻ തുടങ്ങും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് മീൻസ് ഷൂമാൻസിയും അവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് കൊണ്ടുപോകണം, മാത്രമല്ല കമ്പനിക്ക് അകത്ത് തന്നെ വേണം. പിന്നെ ഒരു കാര്യം നീ മറക്കരുത്, എനിക്ക് ഇത്രയും പെട്ടെന്ന് ഈ ഒരു ചെറുപ്പത്തിൽ തന്നെ CEO ആകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഷെയർ ഹോൾഡേഴ്സിൽ ഏറ്റവും സെക്കൻഡ് ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഷൂമാൻസിൻ്റെ കുടുംബക്കാരാണ്. അപ്പോൾ അവളെ നീ കല്യാണം കഴിക്കുന്നുള്ളത് കൊണ്ടാണ് അവർ നിന്നിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നിനക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷേ അങ്ങനെ ഇല്ലെങ്കിൽ നിനക്ക് ഇത്രയും സ്മൂത്തായിട്ടൊന്നും നിൻ്റെ ലൈഫ് പോകത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ്, പപ്പ ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി വന്നല്ലേ, ഇന്നത്തെ ദിവസം എന്തുവാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കണം. അപ്പോൾ എൻ്റെ അപ്പോൾ പറയാം, അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക നല്ലത്, അതിനെപ്പറ്റി സംസാരിക്കുകയാണ് നീ ഇവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോകാം. എന്നിട്ട് എൻ്റെ പപ്പയെ കാണിക്കുകയാണ്, എൻ്റെ പപ്പ പോയിട്ട് ഒരു സംഭവം എടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മയില്ലയോ, അമ്മയുടെ ഒരു ബാഡ്ജ് പോലത്തെ ഒരു സംഭവം, അത് ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചേക്കും. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ വിചാരിക്കും എൻ്റെ പപ്പയ്ക്ക് എൻ്റെ അമ്മയോടൊരു സ്നേഹമായിരുന്നു, പക്ഷേ അയാൾക്ക് ശരിക്കും പറഞ്ഞ സ്നേഹമുണ്ട്. അയാൾ പറയണം, എനിക്കറിയാം നീ ഇപ്പോൾ എന്നെ മനസ്സിലാക്കുന്നതൊക്കെ എനിക്കറിയാം, പിന്നെ ഞാനും മോനൊക്കെ സുഖമായിരിക്കുന്നു, നീ അവിടെ സുഖമായിരിക്കില്ലേ എന്നൊക്കെ ആ ബാഡ്ജ് നോക്കി സംസാരിക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു കാര്യം പറയുവാണ്, നിൻ്റെ ആ മരണത്തെ പറ്റിയുള്ള കാരണം ഞാൻ അവൻ്റെ അടുത്ത് റിവീൽ ചെയ്യാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവനെ എത്രമാത്രം ഹേർട്ട് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് സോറി എന്നും പറഞ്ഞിട്ട് ആ ബാഡ്ജ് എടുത്ത് വയ്ക്കുവാണ്. സമയം കാണിക്കുവാണ് നമ്മുടെ ലൂസി അന്ന് വീട്ടിൽ നിൽക്കുവാണല്ലോ. അപ്പോൾ അവൾ വിചാരിക്കണം അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാമെന്നും വെച്ചിട്ട് മറ്റേ ക്ലീൻ ചെയ്യുന്ന മെഷീനെടുത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു പെട്ടിക്കകത്തുനിന്ന് ഒരു ചുമന്ന നൂല് വന്ന് ഇതിനകത്ത് കുടുങ്ങും. അപ്പോൾ അവൾ അത് എന്തുവാണെന്നറിയാം, അതൊക്കെ തുറന്നു നോക്കുന്ന സമയത്ത് ഒരു സ്വെറ്റർ തുന്നുന്ന സംഭവം റെഡ് കളറിൽ. സത്യം പറഞ്ഞാൽ ഇത് വന്ന് എൻ്റെ അമ്മയുടെ ഒരു ഓർമ്മയ്ക്കാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള സാധനമാണ്. ഇത് കണ്ടുകൊണ്ട് കയറി വരുന്ന ഞാൻ വന്ന് ദേഷ്യപ്പെട്ടിട്ട് അവളെടുത്ത് പറയും, നീ എന്തിനാ ഇതൊക്കെ തുറക്കാൻ നിന്നേന്നൊക്കെ ചോദിച്ചിട്ട് അത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മുടെ ലൂസിക്ക് സങ്കടമാകും, പക്ഷേ അവൾ പറയും, സോറി എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയത്തില്ലായിരുന്നു, സോറി പറയണം. എന്നിട്ട് അവൻ എടുത്തുകൊണ്ട് പോയിട്ട് നോക്കുവാണ്. സത്യം പറഞ്ഞാൽ അവൻ്റെ അമ്മ ചെറുപ്പത്തിലുള്ള മെമ്മറീസിന് വേണ്ടി അവ എടുത്തു വെച്ചിരിക്കുന്ന സാധനമാണ്. ഇപ്പോൾ ഇവനിത് വാങ്ങിച്ചുകൊണ്ട് പോയ ഉടനെ തന്നെ നമ്മുടെ ലൂസിക്ക് വന്ന് ലൂസിയുടെ അമ്മയുടെ കോൾ വരുവാണ്. എന്നിട്ട് അമ്മ പറയണം, മോളെ നിന്നെ എത്ര കാലമായി കണ്ടിട്ട്, ഇന്ന് രാത്രി ഞാനൊരു ഹോട്ടലിൽ പറയാം, അവിടെ നീ വരണം, അവിടെ നമുക്ക് എല്ലാവർക്കും കൂടി ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. പിന്നെ അമ്മ വിളിച്ച് കഴിഞ്ഞാൽ ലൂസിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവളും പറയും, ശരി അമ്മ ഞാൻ വരാം, ഇന്ന സ്ഥലത്തേക്ക് വന്നേക്കാമെന്ന് പറയാണ്. ഇനി ഡിന്നറിന് ലൂസി എന്നിരിക്കുന്ന സമയത്ത് അവളുടെ പപ്പയും അമ്മയും ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇപ്പോൾ എത്ര വയസ്സായെന്ന് അറിയാവുന്നു. അപ്പോൾ ലൂസി പറയണം, അത് അമ്മയ്ക്കും പപ്പയ്ക്കും അറിഞ്ഞൂടെന്ന് ചോദിക്കുന്ന സമയത്ത് ലൂസിയുടെ അമ്മ പറയാണ്, എടി നിൻ്റെ പ്രായത്തിലേ എനിക്ക് കല്യാണം കഴിഞ്ഞ് നീ അത്യാവശ്യം ഒരു പ്രായത്തിലെത്തി, എന്ന് വെച്ചാൽ 5-6 വയസ്സൊക്കെ ആയി, നീ ഇപ്പോഴും കല്യാണം കഴിക്കാതെ ഇങ്ങനെ കറങ്ങി നടന്നു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ലൂസി പറയാണ്, അമ്മ അത് അന്നത്തെ കാര്യമല്ലേ, ഇന്നത്തെ കാര്യം ഡിഫറെൻറ്റാണ്, ഞാൻ എൻ്റെ ലൈഫൊക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കട്ടെ എന്നിട്ട് ആലോചിക്കാമെന്ന് പറയുന്ന സമയത്ത് ലൂസിയുടെ പപ്പ പറയണം, മോളെ നീ വന്ന് വളരെ ജെൻറ്റിലായിട്ട്, അതുപോലെ നിന്നെ നല്ല കെയർ ചെയ്യാൻ പറ്റുന്ന, എന്താ പറയുക, നിന്നെ വഴക്കൊന്നും പറയാത്ത, ദേഷ്യപ്പെടാത്ത, അതുപോലെ തന്നെ എന്താ പറയുന്നത്, നിനക്ക് കുക്ക് ചെയ്തൊക്കെ തരാൻ പറയും, നിനക്ക് കുക്കിംഗ് ഒന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ല, അപ്പോൾ നിനക്ക് കുക്ക് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഹസ്ബൻഡ് കിട്ടുവാണെങ്കിൽ അത്രയും ബെറ്റർ ആണെന്ന് പറയണം. ആ സമയത്ത് അവിടെ കഴിക്കാൻ കുറേ സാധനങ്ങളെല്ലാം ആ ഹോട്ടലിലെ ആൾക്കാർ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ലൂസി ചോദിക്കുന്ന, അമ്മ പപ്പ ഇത്രയും എക്സ്പെൻസീവ് ഹോട്ടലിൽ കയറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നീ അങ്ങ് വെയിറ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് പറയുകയാണ് നമ്മുടെ ലൂസിയുടെ പപ്പയമ്മയും പറയണം, ഓ എന്ത് രസമാണ് ഇതെല്ലാം കാണാൻ, ഇത് കുക്ക് ചെയ്ത ആളൊന്ന് ഇങ്ങോട്ട് വിളിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ വിളിച്ചുകൊണ്ട് വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ചീസു. അപ്പോൾ ലൂസി അങ്ങ്
ഞെട്ടുക കേട്ടോ. ഇപ്പോൾ ഈ കല്യാണക്കാര്യം പറഞ്ഞിട്ട് ചീസ് വരുമ്പോൾ അവൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടുത്തം വരുന്നുണ്ട്. എന്നിട്ട് ചീസ് അവിടെ വന്നിട്ട് എല്ലാവർക്കും സെർവ് ഒക്കെ ചെയ്തിട്ട് അവൻ വന്നിരിക്കുക. അപ്പോൾ അവ ഇരിക്കുന്ന സമയത്ത് ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള ഗ്ലാസ് മനഃപൂർവ്വം തട്ടിക്കളഞ്ഞിട്ട് അത് തുടച്ചു കൊടുക്കുക കേട്ടോ. പക്ഷേ ഇത് വന്നിട്ട് നമ്മുടെ ഹ്യൂമാൻസിൻ്റെ അസിസ്റ്റൻറ്റിനെ ഫയർ ചെയ്തില്ലായിരുന്നോ, ആ അസിസ്റ്റൻറ്റ് പെണ്ണ് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് അയച്ചു കൊടുക്കുക. അതേ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂസി ഇങ്ങനെ പോയ കാരണം ഞാൻ ബോറടിക്കുന്നതുകൊണ്ട് അവന് വീട്ടിൽ ഇരിക്കാൻ വയ്യ, അതുകൊണ്ട് അവൻ വന്ന് ഓഫീസിൽ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അസിസ്റ്റൻറ്റ്. ആ സമയത്താണ് അവൻ ഈ ഫോട്ടോ വരുന്നത്. അപ്പോൾ അവൻ വിചാരിക്കും ദൈവമേ ഇതെന്തുവാ ഈ ഫോട്ടോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയാതെ കാണിക്കാം. അപ്പോൾ കണ്ടാൽ പിന്നെ ഞാൻ അവിടെ ഇരിക്കത്തില്ല. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവാണ് നമ്മുടെ ലൂസിയെ കാണാനായിട്ട്. എന്നിട്ട് ലൂസി പീസുവിൻ്റെ അടുത്ത് പറയണം, മെല്ലെ പറയണം, നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കുകയാണെന്ന്. എന്നിട്ട് അവനെ പുറത്ത് കൊണ്ടിട്ട് അവൾ ചോദിക്കുവാണേ, നീ എന്ത് പരിപാടി കാണിച്ചു, നീ ഇപ്പം തന്നെ ഇവിടെ വന്നേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചീസ് പറയാണ്, എനിക്ക് നിൻ്റെ അടുത്ത് പേഴ്സണലായിട്ടൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡയമണ്ട് നെക്ലേസ് പോലത്തെ ഒരു സംഭവം അത് കാണിച്ചിട്ട് പറയാണ്, എനിക്കറിയാം ഞാനും നീ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ എന്ന് എനിക്ക് കൺഫേം ഒന്നുമില്ല, പക്ഷേ അതിന് മുമ്പ് എനിക്ക് നിന്നെ പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പ്രപ്പോസ് ചെയ്യാം. ഇങ്ങനെ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലൂസി ആണെങ്കിൽ കിളി പോയ പോലെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് കറക്റ്റ് ഞാൻ അങ്ങ് ഓടിപ്പടഞ്ഞ് വന്നിട്ട് ലൂസിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് അവൾ വഴക്ക് പറയും, നീ എന്തോ അവൻ്റെ കൂടെ അവിടെ ചെയ്തുകൊണ്ടിരുന്നേ, നീ ഈ രാത്രി എന്തോ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നേ എന്നൊക്കെ ഇവൻ ചൂടാകുക. അപ്പോൾ ലൂസി എടുത്ത് തന്നെ പറയണേ, നിങ്ങളങ്ങ് കാമായ, രാവിലെ എന്നെ ഒരു വട്ടം വഴക്ക് പറഞ്ഞു, മറ്റേ ആ പെട്ടി എടുത്തേന്, രണ്ടാമതായി ഇപ്പോൾ വഴക്ക് പറഞ്ഞു. എൻ്റെ പപ്പയും അമ്മയും പറഞ്ഞു ശരിയാ, എനിക്ക് ഇച്ചിരി പാവപ്പെട്ട ഒരു ചെറുക്കനെ കല്യാണം കഴിക്കാൻ നല്ലത്, എന്നെ നല്ല വൃത്തിയായിട്ട് നോക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ഇവനങ്ങ് കൂളായിട്ട് പറയണേ, അയ്യോ ഞാനതിന് പാവുമല്ലേ, ഞാൻ ചൂടായതൊന്നുമല്ല, ഞാൻ അപ്പോഴത്തൊരു ഇതിന് പറഞ്ഞാ ഞാൻ പാവുക എന്നൊക്കെ പറയണം. അപ്പോൾ ലൂസിക്ക് ശരി വരെ. അപ്പോൾ ഇവൻ പറയണം, നീ ഒന്നും കഴിച്ചില്ല, അമ്മ പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അന്ന് കഴിച്ചില്ലേ ഒരു കൊച്ചു റെസ്റ്റോറൻറ്റ്, അവിടെ തന്നെ കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ ചോദിക്കും, ഇവിടെ നിന്നെ കൊണ്ടുവന്നേ. അപ്പോൾ ഞാൻ പറയണത് എനിക്കിതല്ല ഇഷ്ടം, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാതിരിക്കാം. ഇവർ കഴിക്കാതിരുന്നിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് ഈ മറ്റേ ഡ്രസ്സ് അവർ വന്നിട്ട് പറയും, ഇന്നെന്താ കുടിക്കുന്നില്ലയോ, മീൻസ് ആൽക്കഹോൾ ഒന്നും വേണം ചോദിക്കുന്ന സമയത്ത് അവർ പറയും, അയ്യോ ആൽക്കഹോൾ എടുത്താൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാം. ഈ സമയത്ത് കറക്റ്റ് വന്ന് ലൂസിയുടെ പപ്പ ലൂസിയെ അന്വേഷിച്ച് അങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് പറയണം, ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ട് നീ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമല്ലേ, ഇത് ഏതാ ചെറുക്കെന്ന് ചോദിക്കുന്ന സമയത്ത് ലൂസി പറയണം, പപ്പ ഇതാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന്. അപ്പോൾ ലൂസിയുടെ അപ്പോൾ വിചാരിക്കണം, ഓ അപ്പോൾ ഇവൻ്റെ മനസ്സിൽ നിന്ന് പഠിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കുപ്പി ആൽക്കഹോളിങ് എടുക്കാൻ പറയണം. അപ്പോൾ ലൂസി പറയുന്നുണ്ട്, വേണ്ട അവൻ കുടിക്കത്തൊന്നുമില്ല, അതൊന്നും അവന് സെറ്റാകത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ലൂസിയുടെ പപ്പ വന്ന് അവൾക്ക് ദിവസമായിട്ട് പറയാം, അതെ കുടിക്കുമ്പോഴേ ആമ്പിള്ളേരെ സ്വഭാവം അറിയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇന്ന് കുടിച്ചേ പറ്റത്തുള്ളൂ എന്നിട്ട് ഇവരങ്ങ് മാറി സെർവ് ചെയ്തങ്ങ് കുടിക്കും കേട്ടോ. ഒരു ചീസ് വന്ന് കോഫി ഷോപ്പിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു വെയിട്രസ് വന്ന് അവൻ്റെ അടുത്ത് പറയാം, ഇന്ന് മൊത്തം കപ്പിൾസ് ആണല്ലോ വന്നിരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ചീസും ആലോചിക്കുക, എനിക്ക് ഒരു ചാൻസ് പോലും കിട്ടാതിരിക്കുകയോ അവിടെ എനിക്കൊരു ചാൻസ് പോലും തരാതിരിക്കുന്നു, ലൂസിയെ പറ്റിയാണ് ആലോചിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ ഇവർ കുടിച്ചൊക്കെ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവരെ ഡ്രോപ്പ് ചെയ്യാൻ ആരെങ്കിലും വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ലൂസി വന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ അസിസ്റ്റൻറ്റിനെ വിളിച്ചുകൊണ്ട് വരിക. എന്നിട്ട് അയാൾ വന്നിട്ട് ആദ്യം ലൂസിയുടെ പപ്പയും ഡ്രോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂസിയെ അതുപോലെ തന്നെ നമ്മുടെ ഞാനും കൂടി അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ ഡ്രോപ്പ് ചെയ്യുക. ആ സമയത്ത് കറക്റ്റ് വന്ന് നമ്മുടെ ഹ്യൂമാൻസുവിൻ്റെ പഴയൊരു അസിസ്റ്റൻറ്റ് പെണ്ണില്ലേ അവൾ ഫയർ ചെയ്തേ, അവൾ വന്ന് ഇവരെ ഫോളോ ചെയ്തിട്ട് വരുന്നുണ്ട്. എൻ്റെ മറ്റേ ഇയാൾ വന്നിട്ട് ഇവരെ അസിസ്റ്റൻ്റ് അവരെ ആക്കിയിട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങി പോകും കേട്ടോ, സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് പോകും. അപ്പോൾ ഈ സമയത്ത് ഇവരിങ്ങനെ മുഖം രണ്ടുപേർ തുടങ്ങുന്ന സമയത്ത് രണ്ടുപേരും അങ്ങ് ഉറങ്ങി വീഴുവേ. അത് വന്ന് കറക്റ്റ് നമ്മുടെ മറ്റേ അസിസ്റ്റൻറ്റ് പെണ്ണ് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ കാണിക്കുവാണ്. ഇത് വന്ന് വളരെ എന്താ പറയുന്നത് വൃത്തികെട്ട രീതിയിൽ ഒരു ന്യൂസായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റും സിഇഒയും തമ്മിലുള്ള എന്താ പറയുന്നത് തെറ്റായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസ്, അതാണെങ്കിൽ ഓഫീസിൽ മൊത്തം സ്പ്രെഡായി ആകെ വിഷയമായിട്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് കാണിക്കുവാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഇല്ലേ, അവരെല്ലാവരും കൂടി അങ്കിൾ ഷെന്നിൻ്റെ അടുത്താണ് പറയുന്നത്. അങ്കിൾ ഷെന്നിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ മുന്നോട്ട് പോയാൽ പറ്റത്തില്ല, കാരണം നമ്മുടെ കമ്പനിക്ക് അത് പേര് ദോഷമാവും, ഇത്രയും ന്യൂസ് സ്പ്രെഡായി, അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെ എങ്ങനെയായാലും ഫയർ ചെയ്തേ പറ്റുന്നു. അപ്പോൾ അങ്കിൾ ഷെന്ന് പറയുന്നത് എന്തുമായാലും അവരിങ്ങോട്ട് വരട്ടെ, എനിക്ക് 2 ദിവസം സമയത്ത് അതിനകം ഞാൻ ഓക്കെ ആക്കാമെന്ന് പറയുമ്പോൾ പറയും 2 ദിവസം സമയമുള്ള ആ പെണ്ണിനെ ഫയർ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അപ്പോൾ വന്നിട്ട് അങ്കിൾ ഷെന്ന് പറയുകയാണ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത്, നീ പോയിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, അവനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നേ പറ്റത്തുള്ളൂ, നമുക്ക് പ്രൊഫസർ ലീ ആയിട്ട് സംസാരിക്കണം. അങ്ങനെ സ്പെഷ്യലിസ്റ്റിൻ്റെ ആണെങ്കിൽ ഓടിച്ചെന്ന് വാതിൽ കെട്ടുമ്പോഴാണ് ഇവർ എണീക്കുന്നത്. സമയമാണെങ്കിൽ 3:30. അപ്പോഴവർക്ക് ബോധം വരും, ദൈവം ഇത്രയും സമയം ഞങ്ങൾ ഉറങ്ങുമായിരുന്നു എന്ന്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നത്, നീ ഡ്രസ്സൊന്നും മാറാൻ നിൽക്കണ്ട, വേഗം വാ, നമുക്ക് എന്താ പറയുന്നത് കാറിനകത്ത് വെച്ച് ഡ്രസ്സ് മാറിയിട്ട് പോകും, അവിടെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ലൂസിയും ഈ ന്യൂസ് കാണും. അപ്പോൾ ഇവിടെ ഈ ന്യൂസ് കണ്ടിട്ട് നമ്മുടെ ഞാൻ അവിടെ നിന്ന് പോവുക. ഈ ന്യൂസ് കണ്ടവൾ ടെൻഷനായിരിക്കുന്ന സമയത്ത് ജൂൺ വന്നിട്ട് ലൂസിയെ വിളിക്കണം. അപ്പോൾ ജൂണിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വന്ന് വാതിൽ കെട്ടുമ്പോൾ ഇവൾ വാതിൽ തുറക്കും, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാണിക്കുവാണ് നമ്മുടെ പ്രൊഫസറിലേക്ക് കാണാനായിട്ട് ഞാൻ വന്ന് കാണുമല്ലോ, വന്ന് കയറി വേണം തന്നെ ജൂൺ ഓടി വന്നിട്ട് പറയുകയാണ്, ഞാൻ വന്നിപ്പോൾ
ലൂസിയെ വിളിച്ചായിരുന്നു. അവളെ ആരാണ്ട് വാല് കെട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് എന്താ പറയുന്നത്, അവൾ ഓളി ഇടുന്നൊരു ശബ്ദമൊക്കെ കേട്ടെന്ന് പറയുന്ന സമയത്ത് ഞാൻ ടെൻഷനായിട്ട് ഞാൻ സ്പെഷ്യലിസ്റ്റിനും ഇവിടെ സംസാരിക്കാൻ പോലും നിൽക്കാതെ പിന്നെ അങ്ങോട്ട് ഓടുക. അവർ ചെന്ന് നോക്കുന്ന സമയത്ത് എന്തുവാ, അവിടെ വന്നിട്ട് ലൂസി ഇല്ല, കുറച്ച് ബ്ലഡും കിടക്കുന്ന, അവളുടെ ഫോണാണെങ്കിൽ തറയെ വീണ് പൊട്ടി നിൽക്കുന്നത് കണ്ട് അവൻ ഞെട്ടി നിൽക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.